എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയോടുള്ള ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഒന്ന് ഓറഞ്ച് മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചിത്രവും 2 ആപ്പിൾ മരത്തിൻ്റെ ചിത്രവുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ ഇഷ്ട വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഓറഞ്ച് മരം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന്, നിങ്ങളുടെ സ്നേഹ വലയത്തിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥതയോടെയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. ജീവിതകാലം മുഴുവനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വെച്ച് സ്നേഹിക്കാൻ ആ വ്യക്തിക്കറിയാം. പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അളവും നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആ ഒരു അളവ് പോലും ഒന്നും നിങ്ങളോട് പറയുന്നില്ല. പലപ്പോഴും മറ്റാർക്കും മുമ്പിൽ നിങ്ങളോടുള്ള സ്നേഹത്തിനെ സംബന്ധിച്ച് തുറന്നു പറയുന്നില്ല ആ വ്യക്തി എപ്പോഴും ആ സ്നേഹത്തെ മറച്ചു വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരിക്കൽ പോലും നിങ്ങളോട് ഇത്ര സ്നേഹമുണ്ട്, നിങ്ങളിത്ര ഇഷ്ടമാണെന്നുള്ളത് ആ വ്യക്തി പറയുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ സ്നേഹം നിങ്ങളങ്ങനെ അറിയണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളേറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് എന്നല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാനോ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നടക്കാനൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ സ്നേഹിക്കുകയാണ്. പിന്നെ തേർഡ് പാർട്ടിയുടെ കാര്യം, തേർഡ് പാർട്ടി കുറേ കാലങ്ങളായിട്ട് ആ വ്യക്തിയിൽ നിന്ന് സ്നേഹം കിട്ടാൻ വേണ്ടി പുറകെ നടക്കുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിച്ചത് ഒട്ടും സഹിച്ചിട്ടില്ല. പല പ്രയോഗങ്ങൾ തേർഡ് പാർട്ടി നടത്തുന്നുണ്ട്, പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എന്ന് നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വ്യക്തി ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഈ കാര്യത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിയുടേതായ ചില നിലപാടുകളുണ്ടാവും. തേർഡ് പാർട്ടി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കണമെന്ന് തേർഡ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും തേർഡ് പാർട്ടി ഈ കാര്യത്തിൽ വിജയിക്കുകയില്ല. തേർഡ് പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കില്ല. തേർഡ് പാർട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ തോന്നിയാലും ഈ കാര്യത്തിൽ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അടുത്തതായിട്ട് ആപ്പിൾ മരം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങാണ്. ആരെയും മോഹിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവവും നിങ്ങളുടെ വ്യക്തിയുടെ അപ്പിയറൻസും ആരെയും മോഹിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, എല്ലാവരും ആ വ്യക്തിയെ ആഗ്രഹിച്ചു പോകും. അത്ര നല്ല സ്വഭാവ ഗുണങ്ങളും സൗന്ദര്യവും ഒക്കെ ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും കറക്കിയെടുക്കുക, ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള ചിന്തയുമായിട്ട് കുറേ കാലമായിട്ടൊരു തേർഡ് പാർട്ടി നടക്കുന്നുണ്ട്. ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് ചില സൂചനകൾ നിങ്ങൾക്കറിയാം ആ തേർഡ് പാർട്ടിയുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്ങനെയായാലും ആ തേർഡ് പാർട്ടി ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ആ തേർഡ് പാർട്ടിക്ക് ഒരിക്കലും വിജയിക്കാനും കഴിയില്ല. തേർഡ് പാർട്ടിയുടെ എല്ലാ തന്ത്രങ്ങളും പൊളിയുകയല്ലാതെ അതിനൊരു വിജയം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി അതിനുവേണ്ടി ഒരുപാട് തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കൊണ്ടൊന്നും ഒരു വിജയവും ഉണ്ടാകുന്നില്ല. തേർഡ് പാർട്ടിയുടെ ശ്രമങ്ങളൊക്കെ അമ്പേ പരാജയപ്പെടുകയാണ്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ കുറേ സമാധാനത്തെ കെടുത്താൻ കഴിയുന്നുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരുപാട് സമാധാനം കെടുത്താൻ നോക്കുന്നുണ്ട്. സമാധാനം കെടുത്തി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കാൻ ശ്രമിക്കുക. അത്തരം നിലപാടുകളുമായിട്ട് തേർഡ് പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയുടെ
ചിന്തകൾക്ക്, തേർഡ് പാർട്ടിയുടെ മനസ്സിലെ ആ ഒരു ദുഷിപ്പ് അതൊരിക്കലും വിജയിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും മൂല്യമുള്ളതാണ്. എവിടെയും ഒന്നാമത് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. അതിനെതിരെ അസൂയ കൊണ്ടും നിങ്ങളുടെ സന്തോഷം അധികം നാൾ ഇല്ലാതെ നിർത്തണമെന്നുള്ള ദുരാഗ്രഹം കൊണ്ടുമാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്. തേർഡ് പാർട്ടിയെ സഹായിക്കാനായിട്ട് കുറേ ആളുകൾ അതിലുണ്ട്. നിങ്ങളോട് ദേഷ്യമുള്ള, നിങ്ങളോട് ശത്രുത ഉള്ള ആളുകൾ. പക്ഷേ അവിടെയും വിജയം നിങ്ങൾക്കായിരിക്കും. തേർഡ് പാർട്ടി വിജയിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൊണ്ടും നിങ്ങൾ ഭയപ്പെടണ്ട. തേർഡ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്ന ശ്രമങ്ങൾ, തേർഡ് പാർട്ടിയുടെ നീക്കങ്ങൾ നിങ്ങൾക്കിനി കണ്ണാടി പോലെ അത് ദൃശ്യമാകും. തേർഡ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്കെതിരെ. നിങ്ങൾക്ക് കുറേ ഭയം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിൽക്കണം. വിജയം നിങ്ങൾക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ ഭയമാണ് തേർഡ് പാർട്ടി ഇത്രയും നാൾ വളർത്തിയത്. അതുകൊണ്ട് ഭയപ്പെടരുത്. നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിച്ച് വൈകാരികമായി പ്രതികരിക്കാതെ മുന്നോട്ട് പോവുക. എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.